ഞാനിന്ന് നമുക്ക് ഈസി ആയിട്ട് ആർക്കും തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. ഹലുവ എന്ന് പറയുമ്പോൾ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണല്ലോ. അപ്പോൾ അത് നമുക്ക് അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൽ കുറച്ചൊന്ന് ഗീ ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കണം. ഇനി അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 3/4 ബൗൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 ബൗളിന് ഒരു ബൗൾ വെള്ളം അത്ര ഒഴിച്ച് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. അളവൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഹലുവ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞോളും. ഇപ്പോൾ ഇതാ കട്ടയൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു സൈഡിലേക്ക് വെക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പഞ്ചസാരയും പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു അളവിന് പഞ്ചസാര എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. 3/4 കപ്പ് കോൺഫ്ലവറിന് 1 കപ്പ് മൊത്തത്തിലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. പിന്നെ ഇത്ര മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഒരേ അളവിന് തന്നെ കോൺഫ്ലവറും പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹലുവ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ ഒന്നും ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇനിയിപ്പോൾ ഏലക്കായ പൊടിച്ചതില്ലെങ്കിൽ ഇതുപോലെ തന്നെ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണേ. ഡയറക്റ്റായിട്ട് നമ്മൾ ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. പിന്നെ കുറച്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ അടിഭാഗത്ത് എന്തായാലും ഇതൊന്ന് അടിഞ്ഞു കൂടാറൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ചൂടാകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകി വന്നോളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇനി കൈ എടുക്കാതെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 5 മിനിറ്റൊക്കെ കുറുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിലൊന്ന് തിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അങ്ങ് സെറ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ. അടി പിടിക്കാതൊന്നും കട്ടൊന്നും കൂടാതെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ഒരുവിധമൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹലുവ ആകുമ്പോൾ കുറച്ച് കളറൊക്കെ ഉള്ള ആവശ്യമില്ലേ. അപ്പോൾ ഈ കളർ ആവശ്യമില്ല എന്നുള്ളവരാണെങ്കിൽ ഇതന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ കാണാനൊരു ഭംഗിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹലുവയ്ക്ക് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്നെങ്കിൽ നല്ല രീതിയിലൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ അത്യാവശ്യം വേണമല്ലോ, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടോട്ടലായിട്ട് പിന്നെ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നെയ്യ് ഒരുപാട് കൂടുതൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ ഈ പാനിൽ നിന്നും വിട്ട് വരുന്നൊരു പാകം ഉണ്ടല്ലോ, അതാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. പാനിൽ നിന്ന് നമുക്ക് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് കട്ട കൂടി ഇങ്ങനെ കിട്ടുന്നത് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് കിട്ടണേ. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹലുവ കട്ട് ചെയ്യുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും ഒരു കടിക്കാനൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഈ ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തണുക്കാനായിട്ട് വെക്കരുത്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റായിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ട്രേ സെറ്റാക്കി വെക്കണം എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ സ്പൂണിൽ പുറം ഭാഗത്ത് കുറച്ച് ഗീ ഒന്ന് തടവിന് ശേഷം ഇതുപോലെ ഒന്നിങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള നെയ്യൊക്കെ പുറത്തേക്ക് വന്നിട്ട് നമുക്ക് സെറ്റായിട്ട് നല്ല രീതിയിൽ ലെവൽ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞോളും. ഇപ്പോൾ ഇതാ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് വെക്കാം. 2 മണിക്കൂർ നമുക്ക് നിന്ന് പുറത്ത് വെക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ സെറ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോകുന്ന സമയത്ത് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ ചൂട് പോകാനായിട്ട് ശ്രദ്ധിക്കണേ, എന്നാലാണ് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഷേപ്പിലും കാര്യത്തിലും കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ 2 മണിക്കൂറിന് ശേഷം ഇതൊന്നിങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്ലേറ്റ് വെക്കുക, എന്നിട്ട് ഇതിനെ ഇതുപോലെ അങ്ങ് കമഴ്ത്തിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല രീതിയിലൊന്നും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഹലുവ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും.
അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആട്ടോ. ഹലുവ എന്ന് പറയില്ല, അതിലേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിണ്ണത്തപ്പത്തിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറും കാര്യങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ ചെയ്തെടുക്കുന്ന സമയത്ത് സെറ്റായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടില്ലേ നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ വായിലിട്ടിട്ടുണ്ടെങ്കിൽ അലിഞ്ഞു പോകുന്നത് പറയില്ലേ, അതുപോലെ തന്നെ നല്ല ഒരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹലുവ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് തന്നെയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനില്ലേ, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്